ഈ ഡബിൾ ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള പദം നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് അല്ലെ. ഡബിൾ ചിൻ, ഡോക്ടർ എനിക്ക് ഡബിൾ ചിൻ ഉണ്ട്, ഡോക്ടർ എനിക്ക് ഡബിൾ ചിൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറുള്ളത്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു പദമായതുകൊണ്ടായിരിക്കാം പല കേസുകളിൽ നമ്മൾ കാണാറുള്ളത്. മിക്കവാറും കേസുകളിൽ അവർ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു താടിയുടെ ഭാഗത്ത് രണ്ടാമത്തൊരു താടിയുള്ള പോലെ തല ഇങ്ങനെ ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂയാണ് ഡബിൾ ചിൻ എന്ന് പറയുക. കൂടുതലും സെൽഫി നോക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഡബിൾ ചിൻ ആയിട്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊഴുപ്പ് എക്സസ് ആയിട്ടുള്ളത് കൊണ്ടല്ല, മറിച്ച് അവിടെ തൊലി പ്രായമായതിൻ്റെ ഭാഗത്ത് അവിടുത്തെ മസിലും തൊലിയും തൂങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തോന്നുമ്പോൾ അത് ഡബിൾ ചിൻ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി ഡബിൾ ചിന്നിൻ്റെ കമ്പോണൻസ് അവിടെ വളരെ കുറവാണ്. ഡബിൾ ചിൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവിടെ കൊഴുപ്പടിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊഴുപ്പിനെ നമുക്ക് കീ ഹോളായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പോസിബിൾ ആണ്. മറിച്ച് അവിടെ സ്കിന്നും കാര്യങ്ങളും സാഗ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന ഒരു ഡബിൾ ചിൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നെക്ക് ലിഫ്റ്റ് പോലൊരു പ്രൊസീജിയർ ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമാവുക. ഏത് പ്രൊസീജിയറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്ലാസ്റ്റിക് സർജന്റെ കൂടെ ഇരുന്നിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലാണ് പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ലിഫ്റ്റും നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു നെക്ക് ആംഗിളും നമുക്ക് കിട്ടുകയുള്ളൂ.